വരുന്ന ആൾക്കാർ ഇവിടെ മാക്സിമം വരാൻ ശ്രമിക്കുക. നല്ല രസം. ഈ സാരി എന്ത് രസം കാണാനായിട്ട് കേട്ടോ. അപ്പോൾ ഇത് കണ്ടാൽ തന്നെ അറിയാം പലരും ഇത് പട്ടാണെന്ന് പറഞ്ഞ് നമ്മളെ പറ്റിക്കുന്ന ആൾക്കാരുണ്ട്. പക്ഷെ ഇതൊക്കെ പ്യുവറാണ്. നമുക്ക് കണ്ടാൽ തന്നെ ഇവിടെ ആ ഒരു ഇത് കാണുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവുന്നത് പ്യുവർ ആണെന്നുള്ളത്. അപ്പോൾ എന്താ പറയുക, അത്രത്തോളം മനോഹരമുണ്ട്. ഉറപ്പായിട്ടും നമ്മുടെ കല്യാണം കഴിക്കാൻ പോകുന്ന ആൾക്കാർ ഉറപ്പായിട്ടും ഈ ഒരു ഷോപ്പിലേക്ക് വരിക. ഓക്കെ, ബാക്കി ഞാനിത് പറയാം. എന്താ പറയുക, ബാക്കി ഡീറ്റെയിൽസ് ഞങ്ങൾക്ക് കിട്ടിയത് നമുക്കും സമയമായി. നമുക്കിനി അവിടെ എത്തണ്ടേ. ഞാൻ കുറച്ചുകൂടെ എൻ്റെ ഇവിടെ നോക്കിയിട്ട് നമുക്ക് മെല്ലെ പോവാം. അതിന് ശേഷം ഞാൻ ഏതാണ് സെലക്ട് ചെയ്യുന്നത് ഞാൻ കാണിക്കുന്നത്. ഓക്കെ. ഹലോ ഗായ്സ്, അങ്ങനെ നമ്മൾ രാവിലെ എയർപോർട്ടിലൊക്കെ പോയി വന്നു. ഇപ്പോൾ ദുബായ് പെട്ടി പൊട്ടിച്ചുകൊണ്ടിരിക്കുകയാണ് ഗായ്സ്. പൊട്ടിക്കൂ. എന്താ ഇത് കാണുന്നുണ്ട്? പെട്ടി പൊട്ടിക്കുന്നത് ആകാംക്ഷയോടെ കാത്തിരിക്കുന്ന ഇത് ഫുള്ള് എന്താ ജെൻസിന്റെ ഐറ്റംസ് ആണോ കൊണ്ടുവന്നിരിക്കുന്നത്? എക്സാൻഡർ, ഇതൊക്കെ ദിലീപിന്റെ ഐറ്റംസ് ആണല്ലോ. ഒന്നും പ്രത്യേകിച്ച് എടുത്തു പറയാത്തൊന്നും വിചാരിക്കരുത്. അതങ്ങനെ എത്തി നോക്കണം, അങ്ങനെ എത്തി നോക്കേണ്ട ആവശ്യമില്ലല്ലോ. ഇനി പറഞ്ഞോളൂ. എല്ലാവരും ഉറക്കക്ഷീണത്തിലാണ്, അതുകൊണ്ടാണ്. അതെന്താ സംഭവം? പെർഫ്യൂമാ? എയർ ഫ്രഷ്നറാണ്. കല്ലു കഴിക്കൂ. എന്താണ്? കഴിക്കൂ. എന്താ ചെയ്യാ? വണ്ടി നിർത്തി പോകണം.
അങ്ങനെ നമ്മൾ ഓരോരുത്തരുമായിട്ട് സാരി ഇങ്ങനെ കാർത്തും രേണുവിൻ്റെ സാരി ഇതാക്കുന്ന വീഡിയോ ഞാൻ എടുക്കാൻ വിട്ടുപോയി തോന്നുന്നു. സഞ്ജു ആയിരുന്നു ക്യാമറമാൻ കേട്ടോ അതിൻ്റെ ഇടയിൽ. അങ്ങനെ ഓരോരുത്തരും സാരിയൊക്കെ വെച്ച് നോക്കി. അപ്പോൾ സാരിയൊക്കെ എല്ലാവർക്കും ഇഷ്ടപ്പെടുകയൊക്കെ ചെയ്തു. അവിടെ വന്നപ്പോൾ നമ്മൾ പെട്ടെന്ന് വിചാരിച്ചു എന്താ പറയുക, ഇത്ര ദൂരം പോകണോ? ദൂരം എന്ന് പറഞ്ഞാൽ നമ്മുടെ അവിടുന്ന് ഒരു 1.5 മണിക്കൂർ 1.25 മണിക്കൂറേ ഉള്ളൂ കേട്ടോ. പക്ഷേ എന്നാലും പോവാമെന്നുള്ളൊരു തീരുമാനത്തിലാണ് നമ്മൾ ഇവിടുന്ന് എന്താ പറയുക, ഇറങ്ങുമ്പോൾ തന്നെ സമയം ഒരു 2:30 3 മണിക്ക് മേലെയാണ് നമ്മൾ അവിടെ നിന്ന് തന്നെ ഇറങ്ങിയത്. പക്ഷേ സ്പീഡിൽ നമ്മളിവിടെ എത്തുകയും പെട്ടെന്ന് തന്നെ നമ്മൾ സെലക്ട് ചെയ്യുകയും ഒക്കെ ചെയ്തു. എന്നാലും ഒത്തിരി സാരികളൊക്കെ അവർ നമുക്ക് കാണിച്ചു തന്നു. അതിൽ ഒന്നിലൊന്ന്. ഹലോ ചില കുട്ടീസ്, അപ്പോൾ നമ്മൾ എന്താ പറയുക, കാഞ്ചീപുരം സാരി എടുക്കാൻ പോകാമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ കാഞ്ചീപുരം സാരി എടുക്കാൻ വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്കറിയുന്ന ഒരു ചേച്ചിയാണ് ഈ അങ്കിളിനെ നമുക്ക് പറഞ്ഞത്. ഇവർ വർഷങ്ങളായിട്ട് ഇവിടെ തന്നെ ഉള്ളതാണ്. ഇവിടുത്തെ കാഞ്ചീപുരത്തിലെ നമ്പർ 1 എന്താ പറയുക ഒരു ഇത് ചെയ്യുന്നത്. ഒത്തിരി പേര് ഇവിടെ ഒത്തിരി ഹോൾസെയിൽ ഷോപ്പ് ഉണ്ടെങ്കിലും ഈ ഒരു ഷോപ്പ് എന്ന് പറയാൻ നമുക്കൊരു വീടായിട്ടാണ് ഇവിടെ തന്നെ നെയ്യുന്നതെല്ലാം ഉണ്ട്. അപ്പോൾ ഈ ഒരു അങ്കിളിൻ്റെ ഇതിൽ ഒത്തിരി എന്താ പറയുക, ഒത്തിരി പേര് നമ്മൾ ചോദിച്ച ഇതിൽ നമുക്ക് സജഷൻ ചെയ്തത് ഈ ഒരു അങ്കിളിൻ്റെ ആയിരുന്നു. ധനജയൻ എന്നാണ്. ഇവിടെ കാഞ്ചീപുരം ഹോൾസെയിൽ ഷോപ്പിൽ വന്നാൽ തന്നെ ഇവരുടെ 1 2 ഒരു ഇതാണ് ഇവരുടെ ഒരു ഇത്. അപ്പോൾ ഒത്തിരി, അതായത് ഇവരിപ്പോൾ നമ്മൾ വരുന്ന ക്ലയൻറ്റിൻ്റെ അടുത്ത് നമുക്കിപ്പോൾ എങ്ങനെയാണോ നമുക്ക് എങ്ങനെ ഇഷ്ടപ്പെടുന്നോ അതിനനുസരിച്ചിട്ട് അവർ മാറ്റി നമുക്ക് കാണിക്കുകയും ഒത്തിരി കളക്ഷൻസ് ഉണ്ട്. ഒത്തിരി കളക്ഷൻ സ്റ്റാർട്ടിങ് 5,000 റേഞ്ചിൽ നിന്ന് തൊട്ട് സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. 2 lakhs വരെയൊക്കെ ഉണ്ട്. പക്ഷെ എല്ലാ കളക്ഷനും നമുക്ക് ഒന്നിനൊന്ന് ബെറ്റർ ആയിട്ട് തോന്നും. കാരണം അയ്യോ ഇതെടുക്കണോ അതെടുക്കണോ അങ്ങനെ മാറ്റി നമുക്ക് ഏതാ എടുക്കേണ്ടതെന്നൊരു കൺഫ്യൂഷനായി പോകും. അപ്പോൾ അതേപോലെ തന്നെ ഇവിടെ ഒരു കൂടെ ഉള്ള ആൾക്കാരായാലും ശരി നമുക്ക് അപ്പോൾ വന്ന് നമുക്ക് സാരി വെച്ച് തരികയും മാറ്റി തരികയും എല്ലാം ചെയ്യാറുണ്ട്. ഇപ്പം ഞാൻ ഒത്തിരി ഇഷ്ടപ്പെട്ട് ഞാൻ ഫസ്റ്റ് തന്നെ വന്ന സമയത്ത് ഈ ഒരു സാരി ഭയങ്കരമായിട്ട് എൻ്റെ കണ്ണിലിങ്ങനെ അടിച്ചുകൊണ്ടിരിക്കുകയാണ്. കുറേ നോക്കി, പക്ഷേ ഈ ഒരു സാരി കണ്ടപ്പോൾ എനിക്ക് ഒത്തിരി ഇഷ്ടപ്പെട്ടു. ഇത് വന്നിട്ട് ഇതിൻ്റെ പ്രൈസ് വന്നിട്ട് 30,000 രൂപയാണ് ഇതിൻ്റെ ഒരു പ്രൈസ്. പക്ഷെ അറിയില്ല, നോക്കട്ടെ, നമുക്ക് അത്രയും എനിക്ക് വേണമെന്നില്ല. പക്ഷെ ലാസ്റ്റ് നോക്കട്ടെ എങ്ങനെയാണോ ഫൈനലി കൊണ്ടുവന്ന് വെച്ചിരിക്കുകയാണ് ഈ ഒരു സാരി വന്നിട്ട്. അപ്പോൾ ഒത്തിരി കളക്ഷൻസ് ഉണ്ട്. നമ്മുടെ നാട്ടിൽ നിന്നൊക്കെ ആരെങ്കിലും കാഞ്ചീപുരം പർച്ചേസിന് വരികയാണെന്നുണ്ടെങ്കിൽ എന്താ പറയുക, ഒന്നുമില്ല എൻ്റെ ഇൻസ്റ്റാ പേജിലോട്ട് ഒന്ന് മെസ്സേജ് അയച്ചാൽ ഞാൻ നിങ്ങളുടെ കോൺടാക്ട് നമ്പർ ഞാൻ ഷെയർ ചെയ്യുന്നതായിരിക്കും. ഒത്തിരി എന്താ പറയുക, നമ്മളോട് ഭയങ്കര ഫ്രണ്ട്ലി ആയിട്ട് സംസാരിക്കും. നമ്മുടെ വീട്ടിൽ വന്ന ഒരു ഫീലായിട്ടൊക്കെ ഒരു ഇതാണ് ഇത്. സുബ്രഹ്മണ്യ അൻകോ ബാലാജി എന്നാണ് കടയുടെ പേര്. കട പറഞ്ഞ ഇവിടെ വീടുകളാണ്, അതായത് വീട് പോലെയാണ്. ഇവരിവിടെ തന്നെ നെയ്യുന്നുണ്ട്. ഞാനത് ഇത് കഴിഞ്ഞ ശേഷം നമുക്കിവിടെ നെയ്യുന്നത് എങ്ങനെയാണെന്ന് ഞാൻ കാണിച്ചു തരാം. ഒത്തിരി, അതായത് നിങ്ങൾക്ക് ആർക്കെങ്കിലും വരണം. അതേപോലെ നമുക്ക് ഇവിടെ നിന്ന് എടുത്തിട്ട് പോയിട്ട് നമുക്ക് നാട്ടില് ഇങ്ങനെ ഇപ്പൊ നമ്മൾ സെയിൽസ് ഒക്കെ ചെയ്യുന്നുണ്ടല്ലോ ഒത്തിരി പേര്. അപ്പൊ അങ്ങനെ വേണമെന്നുള്ളവർക്കും ഇവിടെ വന്നിട്ട് പർച്ചേസ് ചെയ്യാം. ഇത് ഹോൾസെയിലിൽ കൊടുക്കുന്നതാണ്. നമ്മൾ ഒരു 50 സാരി 60 സാരി അങ്ങനെ ഒരു 25 അങ്ങനെയൊക്കെ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് നല്ല ലാഭമാണ് ഇവിടെ വന്നിരിക്കുന്നത്. അപ്പോൾ ഉറപ്പായിട്ടും ഇവിടെ വരിക. കാരണം ഈ ഒരു അങ്കിളിനെ നോട്ട് ചെയ്യുക. ഞാൻ നമ്പർ ഞങ്ങൾക്ക് ഇൻസ്റ്റയിൽ വേണ്ടവർ ചോദിച്ചാൽ മതി, ഞാൻ നമ്പർ ഷെയർ ചെയ്യുന്നതായിരിക്കും. നല്ലൊരു ഇതാണ്, നമുക്ക് ഇതുവരെയും വന്നിട്ട് നല്ലൊരു ഇതായിട്ടുള്ളതാണ്. അല്ലേ കാത്തു, എന്താ അഭിപ്രായം? ഒത്തിരി ഞങ്ങൾക്ക് എല്ലാവർക്കും ഒത്തിരി ഇഷ്ടപ്പെട്ടു. കാരണം ഒത്തിരി അവർ മാറുന്നു. ചില ആൾക്കാർ വന്നിട്ട് പെട്ടെന്ന് വന്നിട്ട് ഒന്നും ഇഷ്ടപ്പെട്ടില്ല, അല്ലെങ്കിൽ ഇഷ്ടപ്പെട്ടില്ല എന്ന് പറഞ്ഞ പോകൊക്കെ ഒരുമാതിരി ഉണ്ടാവും. പക്ഷെ അവർക്ക് അതാണ് അവരുടെ ജോലിയെങ്കിലും അവർക്ക് അതൊരു ഇതായിട്ട് എന്താ ഇത് ഒന്നും എടുത്തില്ല. നമുക്ക് ഇഷ്ടപ്പെട്ട നമ്മൾ എടുക്കാം, ഇല്ലെങ്കിൽ നമുക്ക് കുഴപ്പമൊന്നുമില്ല. പക്ഷെ നമുക്കത് ഇഷ്ടപ്പെട്ടിട്ട് 3 നമ്മൾ മാറ്റി വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതിൽ ഇവർ 2 പേരും സെലക്ട് ചെയ്തു. എൻ്റെ സെലക്ഷൻ മാത്രം ലാസ്റ്റ് കൺഫേം ആയിട്ടില്ല. അപ്പോൾ വരുന്നവർ മാക്സിമം ഇവിടെ വരാൻ നോക്കുക. നിങ്ങൾക്ക് എന്താ പറയുക, ഒത്തിരി അത് ഞാൻ പറഞ്ഞില്ല, 25 സാരി 30 സാരി 50 സാരി അങ്ങനെയൊക്കെ എടുക്കുന്ന ആൾക്കാർക്ക് വന്നിട്ടുണ്ടെങ്കിൽ ഒത്തിരി ഇതാണ്. അപ്പോൾ എന്താ പറയുക, മാക്സിമം നിങ്ങൾ കാഞ്ചീപുരം വരാൻ ശ്രമിക്കുന്ന ആൾക്കാർ നമ്മുടെ നാട്ടിൽ നിന്ന് ഉറപ്പായിട്ട് ഈ ഒരു ഷോപ്പിലേക്ക് വരണമെന്ന് ഞാൻ പറയാം. ഇതൊരു കൊളാബറേഷനോ ഒരു പെയ്ഡ് പ്രൊമോഷനോ ഒന്നുമല്ല. നമ്മൾ വന്നു കണ്ടു ഇതായി, അത്രയേ ഉള്ളൂ. അപ്പോൾ അത്രയേ ഉള്ളൂ, വേറെ പ്രത്യേകിച്ചൊന്നുമില്ല. അപ്പോൾ ഞാൻ ഏതാണ് സാരി എടുക്കണമെന്നുള്ളത് നിങ്ങൾക്ക് ലാസ്റ്റ് ഫൈനലായിട്ട് ഞാൻ കാണിച്ചു തരുന്നതായിരിക്കും. അതുവരെ നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം. വേറെ ഒന്നും പ്രത്യേകിച്ചൊന്നും പറയാനില്ല. ഇത്രയൊക്കെ തന്നെ ഉള്ളൂ. നമ്മൾ അത്രയും ദൂരത്ത് നിന്ന് നമ്മുടെ നാട്ടിൽ നിന്ന് കാഞ്ചീപുരം എന്ന് പറഞ്ഞാൽ തന്നെ പട്ടിൻ്റെ ഫേമസ് ആയിട്ടുള്ള ഒരു ഇതാണ്. അപ്പോൾ ആ ഒരു ഇതിൽ നമ്മൾ വരുന്ന സമയത്ത്
നമ്മുടെ എന്താ പറയുക, നമുക്ക് ഇവിടുന്ന് എന്താ പറയുക കല്യാണം അതൊക്കെ നമ്മൾ ഒരു പ്രാവശ്യമേ നമ്മുടെ ലൈഫിൽ ഉണ്ടാവുള്ളൂ. അപ്പം ഞാൻ ഭയങ്കര സിമ്പിളായിട്ട് നോക്കുന്നുണ്ടെങ്കിൽ പലരും ഇവിടെ 2 ലക്ഷം വരയ്ക്ക് ഇവർ പർച്ചേസിങ് ചെയ്യുന്ന 2 ലക്ഷം അതിലും ഇതായിട്ട് പോകുന്ന ആൾക്കാരുണ്ട്. അപ്പോൾ ഇഷ്ടപ്പെട്ട ആൾക്കാർ മാക്സിമം വരാൻ ശ്രമിക്കുക, എടുക്കാൻ ശ്രമിക്കുക. അപ്പോൾ മാക്സിമം ഈ ഒരു ഷോപ്പിക്ക് വരാമെന്ന് ഞാൻ പറയുള്ളൂ. കാരണം അത്രയ്ക്ക് ഫ്രണ്ട്ലി ആയിട്ട് നമ്മളടുത്ത് പഴകുന്ന ഒരാൾക്കാരാണ് കേട്ടോ. അതുകൊണ്ടാണ് പറയുന്നത്. മാക്സിമം ശ്രമിക്കുക. ബാക്കി ഡീറ്റെയിൽസ് ഞാൻ വന്നിട്ട് ഫോൺ നമ്പറൊക്കെ നിങ്ങൾക്ക് ടാഗ് ചെയ്യുന്നതായിരിക്കും. അവങ്ങളിട മലയാളം പുരിയത് കൊഞ്ചം കൊഞ്ചം പുരിയും പറഞ്ഞുണ്ട്. ഓക്കെ, അത് പ്യുവർ ഇതിലെ ഒരു സാരി ഉണ്ട് പറഞ്ഞു. അതുകൊണ്ട് കാണിക്കും. കാരണം ഇവിടുത്തെ ഓരോ നമ്മൾ മറ്റുള്ള ഷോപ്പുകളിൽ പോയിട്ട് എടുക്കുന്ന പോലത്തെ സാരീസേ അല്ല ഇവിടുത്തെ. അതായത് ഇപ്പൊ പല ആൾക്കാരും കാഞ്ചൂരം പട്ട് അങ്ങനെയൊക്കെ പറയും. ഇത് ഇവിടുത്തെ ഇത് പറഞ്ഞിട്ട് ഇവര് പ്യുവർ ആണെങ്കിൽ അത് പ്യുവർ ആണെന്ന് പറയും. അതിൽ മിക്സിങ് ഉണ്ടെങ്കിൽ ഓപ്പൺ ആയിട്ട് അവർ നമ്മുടെ പറയും ഇത് മിക്സിങ് ആണ്, ഇത് പ്യുവർ അല്ല എന്നത് ഇവർ തന്നെ ഓപ്പൺ ആയിട്ട് പറയും. അതാണ് ഇവരുടെ ഒരു പ്രത്യേകത വരുന്നത്. പലരും നമ്മളെ അവർക്ക് സമ്പാദിക്കാൻ നോക്കും, പക്ഷെ ഇവരങ്ങനെയല്ല. കസ്റ്റമർക്ക് എങ്ങനെയാണോ അതാണ് അവർ നോക്കുന്നത്. അപ്പോൾ അത് ഇതൊക്കെ നമുക്ക് ഒത്തിരി ഇഷ്ടപ്പെടും കേട്ടോ. ഒത്തിരി കളക്ഷൻ ഉണ്ട്. എന്താ പറയുക, വയസ്സായവർ തൊട്ട് കുട്ടികൾക്ക് പാവാട മെറ്റീരിയൽസ് എല്ലാം ഉണ്ട്. മാക്സിമം എല്ലാവരും വരാൻ നോക്കുക. നല്ല സാരി കേട്ടോ, സൂപ്പർ ആയില്ലേ കാണാൻ. എന്ത് രസം നോക്കും, ഭയങ്കര ഭംഗിയുണ്ട് കാണാനായിട്ട്. 1,50,000 രൂപ ഇതാണ്. ഗോൾഡും സിൽവറും കൂടെ മിക്സിംഗ് ആണ് കേട്ടോ. സിൽവർ മിക്സിംഗ് നല്ല ഇതുണ്ട്. അതായത് നമുക്ക് അത്രയ്ക്ക് നമുക്ക് കണ്ടു കഴിയാതെ തന്നെ നമുക്ക് അതിൽ വാവ് എന്നൊക്കെ നമ്മൾ പറയാം, സൂപ്പർ എന്ന് പറയുന്ന അത്രത്തോളം ഇതാണ്. അപ്പോൾ ഒത്തിരി കളക്ഷൻസ് ഇവിടെ ഉണ്ട്. അതായത് നമുക്ക് ലോ ബഡ്ജറ്റിൽ നിന്ന് ഒരു 2 lakhs അങ്ങനെ വരെ പോകുന്ന അളവിന് വരെ നമുക്കിവിടെ എന്താ പറയാ ഇതിന്റെ കയ്യിലുണ്ട് കണ്ടോ. അപ്പോൾ നമുക്ക് ഏത് കണ്ടിട്ടുണ്ടെങ്കിൽ നമുക്ക് ഓക്കെ എന്ന് പറയും. ഭയങ്കര അത്രത്തോളം മനോഹരമായിട്ടും അത്രത്തോളം ഇതായിട്ടും ഇതാണ്. അപ്പോൾ മാക്സിമം ഇവിടെ വരുന്ന ആൾക്കാർ ഇവിടെ മാക്സിമം വരാൻ ശ്രമിക്കുക. നല്ല രസം. ഈ സാരി എന്ത് രസം കാണാനായിട്ട് കണ്ടോ. അപ്പോൾ ഇത് കണ്ടാൽ തന്നെ അറിയാം പലരും ഇത് പട്ടാണെന്ന് പറഞ്ഞാൽ നമ്മളെ പറ്റിക്കുന്ന ആൾക്കാരുണ്ട്. പക്ഷേ ഇതൊക്കെ പ്യുവർ ആണ്. നമുക്ക് കണ്ടാൽ തന്നെ ഇവിടെ ആ ഒരു ഇത് കാണുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവുന്നത് പ്യുവർ ആണെന്നുള്ളത്. അപ്പോൾ എന്താ പറയുക അത്രത്തോളം മനോഹരമുണ്ട്. ഉറപ്പായിട്ടും നമ്മുടെ കല്യാണം കഴിക്കാൻ പോകുന്ന ആൾക്കാർ ഉറപ്പായിട്ടും ഈ ഒരു ഷോപ്പിലേക്ക് വരിക. ഓക്കെ, ബാക്കി ഞാനിത് പറയാം. എന്താ പറയുക, ബാക്കി ഡീറ്റെയിൽസ് ഞങ്ങൾക്ക് കിട്ടിയത് നമുക്കും സമയമായി. നമുക്കിനി അവിടെ എത്തണ്ടേ. ഞാൻ കുറച്ചുകൂടെ എൻ്റെ കൂടെ നോക്കിയിട്ട് നമുക്ക് മെല്ലെ പോവാം. അതിന് ശേഷം ഞാൻ ഏതാണ് സെലക്ട് ചെയ്യുന്നത് ഞാൻ കാണിക്കുന്നത്. ഓക്കെ, അങ്ങനെ ഏതെടുക്കണമെന്നുള്ള ഒരേ കൺഫ്യൂഷൻ. പക്ഷേ എനിക്ക് ഫസ്റ്റ് തന്നെ അവരെടുത്ത് തന്ന ഒരു സാരി എനിക്ക് ഒത്തിരി ഇഷ്ടപ്പെട്ടു കേട്ടോ. ഒത്തിരി ഇഷ്ടപ്പെട്ട പക്ഷേ അത് കുറച്ച് പ്രൈസ് ഓവറായിരുന്നു. ഞാൻ പറഞ്ഞില്ലേ ഒരു 30,000 രൂപ മാക്സിമം ആ ഒരു റേറ്റിലായിരുന്നു. പക്ഷേ അതെനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു കേട്ടോ. കാരണം അധികം നമ്മളങ്ങനെ ആരുടെ കാണാത്ത ഒരു വെറൈറ്റി സാരിയായിട്ട് തോന്നി. അപ്പോൾ എനിക്ക് തോന്നി ഓക്കെ എന്നാൽ പിന്നെ നമുക്ക് അത് എടുത്താലോ എന്ന് തോന്നി. പക്ഷേ 30,000 രൂപയല്ലേ. പക്ഷേ നമ്മളങ്ങനെ സാരിയൊന്നും അധികം ഉടുക്കാത്തത് കൊണ്ട് തന്നെ അയ്യോ പൈസ വേസ്റ്റ് ആവോ അങ്ങനെ. പിന്നെ എല്ലാവരും കാർത്തു ആയാലും രേണു ആയാലും അനു ആയാലും ദിലീപ് ആയാലും അനിയനായാലും എല്ലാവരും പറഞ്ഞു നന്നായിട്ടുണ്ട് ചേച്ചി, ഇത് ഓക്കെയാണ്, പൈസ നോക്കണ്ട ചേച്ചി എന്നൊക്കെ പറഞ്ഞു കേട്ടോ. എന്നാലും എനിക്കൊരു വിഷമം, നിങ്ങൾക്കറിയാലോ ഞാൻ എപ്പോഴും പർച്ചേസ് ചെയ്യുമ്പോൾ എന്ത് സാധനം ചെയ്യുമ്പോഴും ഞാൻ അധികം അങ്ങോട്ട് പ്രൈസിലോട്ട് പോകാറില്ല. പക്ഷേ എല്ലാം നന്നായിരിക്കും എന്നൊരു ഇതിൽ നന്നായി തോന്നിക്കഴിഞ്ഞാൽ ഇഷ്ടപ്പെട്ടാൽ ഞാൻ എടുക്കുന്ന ഒരാളാണ്. പക്ഷേ എൻ്റെ പെട്ടെന്ന് തന്നെ എൻ്റെ കണ്ണിലോട്ട് അത് കണ്ടപ്പോൾ ഭയങ്കര ഇഷ്ടപ്പെട്ടു. പിന്നെ ലാസ്റ്റ് നമ്മൾ ഈ ഗോൾഡൻ സാരി കൂടെ നോക്കാൻ പറയും. ഇതൊരു 4,000 അബോവ് ഉള്ളൂ കേട്ടോ. 4,000 ഉണ്ട് ഇത്. അപ്പോൾ ഇതും എനിക്ക് ഇഷ്ടപ്പെട്ടു കേട്ടോ. നമ്മൾ ഒത്തിരി കണ്ടിട്ടുണ്ടാണ് ഈ ഗോൾഡൻ സാരി ഒത്തിരി പേരെടുത്ത് കല്യാണത്തിനായിട്ട് കേട്ടോ. ഇതെനിക്ക് ഇഷ്ടപ്പെടുകയൊക്കെ ചെയ്തു. പക്ഷേ എനിക്ക് ആ സാരി വിട്ടുകൊടുക്കാനൊരു മനസ്സുണ്ടായിരുന്നില്ല. വേണോ വേണ്ടേ, പൈസ പോവോ, പൈസ കളയണോ, ഇതൊക്കെ ആയിരുന്നു എൻ്റെ ഇത് കേട്ടോ. പിന്നെ ലാസ്റ്റ് അനുവും പറഞ്ഞു അതെടുത്തോളൂ, ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ എടുക്കാമെന്നൊക്കെ പറഞ്ഞു. അങ്ങനെ നമ്മളിങ്ങനെ നോക്കുകയാണ് കേട്ടോ. അപ്പോൾ നമ്മൾ ഇവിടുന്ന് 3 സാരി എടുത്തിട്ടുണ്ട്. 4 സാരി എടുത്തിട്ടുണ്ട്. 5 സാരി എടുത്തിട്ടുണ്ട്. അപ്പോൾ എന്താ പറയുക, ഞാൻ ഫസ്റ്റ് നിങ്ങളത് പറഞ്ഞ പോലെ തന്നെ ഈ സാരി എനിക്ക് ഒത്തിരി ഇഷ്ടപ്പെട്ടു. വെഡ്ഡിങ് സാരി സെക്കൻഡ് സാരി ആയിട്ട്. അപ്പോൾ എന്താ പറയുക, ആ ഒരു ഇത് വെച്ചിട്ട് അങ്കിൾ നമുക്ക് മാക്സിമം നമുക്ക് എത്രത്തോളം കമ്മിയാക്കി തരാൻ പറ്റും അത്രത്തോളം കമ്മിയാക്കി തന്നിട്ടുണ്ട്. ഞാൻ പറഞ്ഞല്ലോ ഫസ്റ്റത്തെ പ്രൈസിൻ്റെ വില. അപ്പോൾ മാക്സിമം കമ്മിയാക്കി തന്നിട്ടുണ്ട്. പിന്നെ അവരെയും ബുദ്ധിമുട്ടിക്കണ്ട, നമുക്കും ബുദ്ധിമുട്ടണ്ട. കാരണം ഉറങ്ങിയിട്ട് കുറേ ദിവസം അത് കറക്റ്റ് രേണുടൊന്നും നമ്മളിപ്പോൾ ഒരു സ്ഥലത്ത് വന്നിട്ട് നമ്മളിപ്പോൾ പറഞ്ഞിട്ട് നമുക്ക്
ഓ അതായത് ഇഷ്ടപ്പെട്ടില്ലേ ഇത്രയും നല്ലതിനല്ലേ, അപ്പൊ ഉറപ്പായിട്ട് എടുത്തോളൂ എന്ന് പറഞ്ഞിട്ട് അവര് ആ ഒരു മനസ്സ് കാണിച്ചതിന് അവർക്കും നന്ദി. അപ്പൊ നമ്മൾ ഇത്രയും സെലക്ട് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് പോയി നിൽക്കാൻ സമയമില്ല, നമുക്ക് ഇനി പോവാം. പിന്നെ നിങ്ങളിവിടെ വരുമ്പോൾ ഒരു കാര്യം പറയാം, ഇവിടെ നമ്മൾ കാഞ്ചൂരം വരികയാണെന്നുണ്ടെങ്കിൽ ഇപ്പൊ ഇങ്ങനെ സാരി എടുക്കാൻ വരാണ് ഞാനിതിൽ ആഡ് ചെയ്യും. പക്ഷെ ഇവിടെ വരുന്ന സമയത്ത് സുബ്രഹ്മണ്യ മണ്ഡപം ബാലാജി 6 നമ്പർ 43B ഇതാണ് നമ്മുടെ ഇത്. നമ്മൾ ഇതിപ്പോ ഇവിടെ വരുന്ന സമയത്ത് നമ്മളിവിടെ നിൽക്കും. ഇതിനു വേണ്ടി കുറെ ഏജൻസ് ഇവിടെ ഉണ്ടാവും. പക്ഷെ അവരടുത്ത് നിങ്ങൾ പോവരുത്. അവർ പലതും നമ്മളെ പറഞ്ഞ് ക്യാൻവാസ് ചെയ്യാൻ ശ്രമിക്കും. ഇപ്പൊ ഞങ്ങൾ വന്നപ്പോ തന്നെ നേരെ ഈ അങ്കിൾ ഇവിടെ ഉണ്ടായിരുന്നു. ഈ അങ്കിൾ ഇവിടെ ഉമ്മർത്ത് നിന്ന് നമ്മൾ കോൾ ചെയ്തിട്ടാണ് വന്നത്. അതുകൊണ്ട് നമുക്ക് കറക്റ്റായി കേട്ടോ. അതിന് മുന്നേ നമ്മളെ ഒത്തിരി ഏജന്റ് ഇവിടെ വരൂ പറയും. നിങ്ങൾ അങ്ങനെ പോവരുത്. അത് അറിയ പറ്റിക്കൽ അങ്ങനെ നടക്കുന്നുണ്ട്. അപ്പോൾ മാക്സിമം ഈ ഒരു ഷോപ്പിലേക്ക് വരാൻ ശ്രമിക്കുക. എന്താ പറയുക, നിങ്ങൾ വന്നിട്ടുണ്ടെങ്കിൽ ഉറപ്പായിട്ടും നിങ്ങൾക്ക് അതിൽ എന്താ പറയുക വിഷമിച്ചിട്ട് പോകേണ്ട ഒരു അവസ്ഥ വരില്ല. കാരണം അത്ര നല്ലൊരു വ്യക്തിയാണ്, നല്ലൊരു വ്യക്തിയുടെ ഉടമയാണ്. മാക്സിമം വരാൻ ശ്രമിക്കുക. അപ്പോൾ നമ്മൾ നമുക്കിന്ന് അവിടെ എത്തണ്ടേ, അപ്പോൾ നമുക്ക് പോകാം. ബാക്കി ഞാൻ വീട്ടിൽ ചെന്നതിന് ശേഷം പറയുന്നത്. ഓക്കെ. പിന്നെ നമുക്ക് അവിടുന്ന് ഒരു കാഫിയൊക്കെ തന്നു. കാഫിയൊക്കെ നമ്മൾ കുടിച്ചു, ഒന്ന് റിലാക്സ് ആയി. പിന്നെ ഉറക്കത്തിൻ്റെ ക്ഷീണം നല്ലവന്. കാരണം തലേ ദിവസം നമ്മൾ എയർപോർട്ടിൽ പോകുന്നതോടെ തന്നെ ആരും കറക്റ്റായിട്ട് ഉറങ്ങിയിട്ടുണ്ടായിരുന്നില്ല. ഞാൻ ഒട്ടും ഉറങ്ങിയിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. അപ്പോൾ അതിൻ്റെയൊക്കെ ഭയങ്കര ടയർനെസ് ഉണ്ട്. അപ്പോൾ സാരിയൊക്കെ വാങ്ങിച്ച് അവിടെ നിന്ന് തന്നെ അവർ ബ്ലൗസ് ഫിറ്റ് നമുക്ക് കട്ട് ചെയ്ത് തരാമെന്ന് പറഞ്ഞു കേട്ടോ. അങ്ങനെ കട്ട് ചെയ്ത്, അതായത് നമ്മുടെ മുന്താണിയുടെ, അതായത് സാരി ഉണ്ടാവുമല്ലോ, സാരിയുടെ മുന്താണി നമുക്ക് അവരിങ്ങനെ ഇതാക്കി തരും. അപ്പോൾ ആ ഒരു ഇത് ഇവിടെ നിന്ന് തന്നെ അവർ ചെയ്തു തരാമെന്ന് പറഞ്ഞിട്ടാണ് അതൊക്കെ കട്ട് ചെയ്ത് വാങ്ങിച്ചത് കേട്ടോ. ഒത്തിരി നമുക്ക് എന്താ പറയുക, നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് നമുക്ക് അവർ അവിടെ സെലക്ട് ചെയ്യാൻ പറ്റും. ഞാൻ ഇത്രയൊന്നും പ്രതീക്ഷിച്ചില്ല കേട്ടോ. പിന്നെ എനിക്ക് തോന്നുന്നു എല്ലാം ദൈവത്തിൻ്റെ ഒരു കൊണ്ട് ഇതുവരെ നടന്ന എല്ലാ കാര്യങ്ങളും വളരെ ഭംഗിയായിട്ടും വളരെ മനോഹരമായിട്ടും നടന്നു. ഞാൻ വിചാരിച്ചതിലും അപ്പുറം എനിക്കെല്ലാം ചെയ്യാൻ പറ്റി. അല്ലെങ്കിൽ എനിക്ക് കിട്ടിയ ഫാമിലിയിൽ നിന്നും എനിക്ക് അതുപോലെ കിട്ടിയെന്നൊക്കെ എനിക്ക് അതിലൊക്കെ ഒത്തിരി സന്തോഷം ഉണ്ടായിരുന്നു കേട്ടോ. കാരണം ഞാൻ പോകണമെന്നൊക്കെ ചെറുതായിട്ട് വിചാരിച്ചിരുന്നു. എനിക്ക് എൻ്റെ ഒരു ലൈഫ് ഉണ്ടെങ്കിൽ ആ ലൈഫിൽ ഞാൻ എന്തൊക്കെ ചെയ്യാൻ ആഗ്രഹിക്കുന്നു, അങ്ങനെ ഒത്തിരി കാര്യങ്ങൾ ഞാൻ എൻ്റെ മനസ്സിൽ ഓൾറെഡി പ്ലാൻ ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. കാരണം ഓൾറെഡി എൻ്റെ ID മാട്രിമോണിയിൽ എൻ്റെ ഫോട്ടോ ഇട്ടത് കൊണ്ട് തന്നെ നമുക്ക് ഏതെങ്കിലും എനിക്ക് ഓക്കെ ആയിട്ട് വരുന്ന ഏതെങ്കിലും, അല്ലെങ്കിൽ എന്നെ എല്ലാം മനസ്സിലാക്കി എൻ്റെ ഫാമിലിയെ ചേർത്ത് പിടിക്കുന്ന ഒരാൾ വന്നാണെങ്കിൽ ആ ഒരു ഇത് ഞാൻ സ്വീകരിക്കും എന്ന് ഞാൻ ഓൾറെഡി പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ എന്താ പറയുക, അപ്പോൾ ഓൾറെഡി നമ്മുടെ പ്ലാനുകൾ ഉണ്ടാവുമല്ലോ. അപ്പോൾ ഞാൻ പറഞ്ഞല്ലോ, ചെറിയ ചെറിയ പ്ലാനുകളൊക്കെ എനിക്കുണ്ടായിരുന്നു. ആ പ്ലാനുകൾ പോലെ തന്നെ അതിലും മനോഹരമായി നടന്നു എന്ന് വേണമെങ്കിൽ പറയാം എല്ലാ കാര്യങ്ങളും. അപ്പോൾ എല്ലാവരും ടയർഡ്നെസ് ആണ്. നമുക്ക് ഇനി ഇന്ന് ഡ്രൈവ് ചെയ്ത് അവിടെ എത്തണം. നമ്മൾ വടപഴനി ആയിരുന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ ഇവിടുന്ന് തിരിച്ച് നേരെ വടപഴനിക്ക് തന്നെ പോകണം. അവിടെ നിന്ന് നമ്മൾ നാളെ നാട്ടിലോട്ട് തിരിച്ച് പോകും കേട്ടോ. അപ്പോൾ വന്നതിൽ എല്ലാവർക്കും ഒത്തിരി ഇഷ്ടപ്പെട്ടു. പിന്നെ കാർത്തു ആണെങ്കിലും എല്ലാവരും ആദ്യമായിട്ടാണ് കാഞ്ചീപുരത്തേക്ക് വരുന്നത്, അവർക്കൊക്കെ ഒത്തിരി ഇഷ്ടപ്പെട്ടു കേട്ടോ. അങ്ങനെ നമ്മൾ എന്താ പറയുക 4 സാരി സെലക്ട് ചെയ്തു. അതായത് എനിക്ക്, രേണുവിന്, കാർത്തുവിന്, പിന്നെ അമ്മയ്ക്ക് കേട്ടോ. അങ്ങനെ 4 സാരിയാണ് നമ്മൾ സെലക്ട് ചെയ്തത്. നമ്മൾ അങ്കിള് മാക്സിമം ഞാൻ ഫസ്റ്റ് എടുത്ത അതേ സാരി 30,000 രൂപ തന്നെ അത്യാവശ്യം കുറച്ച് തന്നിട്ടുണ്ടായിരുന്നു നമുക്ക്. അതുകൊണ്ട് തന്നെ ഞാനും ഭയങ്കര ഹാപ്പി, ആളും ഹാപ്പി ആയിരുന്നു, ഞങ്ങളെല്ലാവരും ഹാപ്പി ആയിരുന്നു കേട്ടോ. പിന്നെ അനിയനായാലും കാർത്തുവായാലും മനുവായാലും പറഞ്ഞു പൈസ നോക്കണ്ട, ഇഷ്ടപ്പെട്ടാൽ എടുത്തോളൂ എന്ന് പറഞ്ഞു. എന്നാലും ചെറിയൊരു വിഷമം ഉണ്ടോയെന്ന് വെച്ചാൽ ഉണ്ട്. കാരണം ഇതൊക്കെ നമ്മൾ ഒരു പ്രാവശ്യം എടുത്തു കഴിഞ്ഞാൽ പിന്നെ എപ്പോഴെങ്കിലൊക്കെ എടുക്കത്തുള്ളൂ അങ്ങനെ കേട്ടോ. അതിൽ ചെറിയ വിഷമം. അപ്പോൾ എല്ലാവരും ഭയങ്കര ഹാപ്പി ആയിട്ടൊക്കെ ഇങ്ങനെ ഇരിക്കുകയായിരുന്നു. എല്ലാം കഴിഞ്ഞു, പെട്ടെന്ന് തന്നെ നമുക്ക് അവിടെ നിന്ന് ഇറങ്ങാൻ പറ്റി. അതിലൊക്കെ ഒത്തിരി സന്തോഷം. പിന്നെ അമ്പലങ്ങളിലേക്കൊക്കെ പോകണമെന്നുണ്ടായിരുന്നു. പിന്നെ എല്ലാവരും ടയേർഡ് ആയതുകൊണ്ട് നമുക്ക് അത് പറ്റിയില്ല കേട്ടോ. ഇനി നമ്മൾ നേരെ അവിടെ പോയിട്ട് കാണാം.
അങ്ങനെ നമ്മൾ അവരോട് ബൈ ഒക്കെ പറഞ്ഞ് ആ അങ്കിളിനും അവർക്ക് എല്ലാവർക്കും ഭയങ്കര ഹാപ്പി ആയിരുന്നു. ഇനി നേരെ എന്താ പറയുക, പോകുന്ന വഴിക്ക് ഫുഡ് എവിടെയെങ്കിലും A2Bന്നോ എവിടെയെങ്കിലും കഴിക്കണം, എന്നിട്ട് നേരെ പോയി കിടന്ന് ഉറങ്ങണം. എല്ലാവർക്കും നല്ല തലവേദനയും നല്ല ഇതുണ്ട്. അപ്പോൾ ഒത്തിരി സന്തോഷമായി എല്ലാവർക്കും കേട്ടോ. ഏട്ടൻ ആദ്യമായിട്ടാണ് ഒരു കുട്ടീനെ എടുത്തിരിക്കുന്നതും മിണ്ടിയിരിക്കുന്നതും. ഏട്ടൻ ആരെടുത്തതും മിണ്ടിയിട്ടുമില്ല, കുട്ടീനെ എടുത്തിട്ടുമില്ല. കല്ലോട് ആദ്യമായിട്ട് എടുക്കുന്നത് കുട്ടീനെ. അപ്പൊ അത് നിന്റെയും കൂടെ അനിയത്തിയാണ്. നല്ല ടേസ്റ്റ് ആണ്. കുറച്ച് കഴിച്ചു നോക്കൂ. കല്ലു നല്ല ടേസ്റ്റ്. ഇവിടെ നോക്കൂ മിസ്റ്റർ. ഇനി അവിടെ നിന്ന് ബാക്കിലേക്ക് തിരിച്ചെടുക്കുന്നുണ്ട്. അനുമതി തട്ടോ.